പൊന്നാനി നഗരസഭ മാലിന്യമുക്ത നവകേരളം 2.0 ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി കർമ്മ റോഡിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. നഗരസഭ മാലിന്യമുക്ത നവകേരള പദ്ധതിയുടെ ഭാഗമായി ജനകീയ ശുചിത്വ പരിപാടിയുടെ പ്രചരണാർത്ഥം പൊന്നാനി കർമ്മ റോഡിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പൊന്നാനി നഗരസഭയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടികൾ സംഘടിപ്പിച്ചത്. കേറ്റൻ റാലി, സൈക്കിൾ റാലി, ചൂണ്ടയിടൽ മത്സരം എന്നിവയാണ് ഇന്ന് കർമ്മ റോഡിൽ സംഘടിപ്പിക്കപ്പെട്ടത്. പി നന്ദകുമാർ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നഗരങ്ങളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യങ്ങളുള്ള നഗരമാണ് പൊന്നാനി. ഒരു മേഖലക്കകത്ത് കടപ്പുറം, കടലോരം, ഒരു മേഖലക്കകത്ത് കുണ്ടും കുഴിയും ചളിയും ഒക്കെ കെട്ടിക്കിടക്കുന്ന രൂപത്തിലേക്ക് വെള്ളക്കെട്ടിന്റെ പ്രദേശം. ഒരു നഗരം എന്ന് പറയുമ്പോൾ പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞ നഗരറാണി നോക്കിയ നാഗരികത ഒരിക്കലും വിട്ടുമാറാത്ത ഒരു നഗര പ്രദേശമാണ് തോന്നുന്നത്. അടുത്ത കാലത്താണ് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ഈ പ്രവർത്തനം ഏറ്റെടുക്കുമ്പോൾ മറ്റ് നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ തോതിലേക്കുള്ള ശക്തവും അതുപോലെ തന്നെ ആത്മാർത്ഥമായ ജനങ്ങൾ പങ്കാളിത്തത്തിന്റെ ഇടപെടലും ആവശ്യമാണ്. പ്ലാസ്റ്റിക് വന്നാൽ പ്രകൃതിക്ക് ദോഷമാണ്, നമ്മളെ മറ്റ് ഒരുപാട് ദോഷങ്ങൾ നമുക്കുണ്ടാവും. അത് സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇപ്പോൾ ഇവിടെ പരിസരത്ത് ഇവിടെ ഇല്ലല്ലോ. അത് കൊണ്ടുപോകുന്നൊക്കെ പറയാം, പക്ഷെ കൊണ്ടുപോകുന്നില്ല. അപ്പോൾ നിരവധി പ്രശ്നങ്ങൾ ഇതുമായി ഉയർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടണം. പൊന്നാനിക്ക് മാറ്റം ഉണ്ടാക്കണം. മാലിന്യമുക്തമായിട്ടുള്ള നഗരം തന്നെയായിട്ട് മാറണം. അതിന് എല്ലാ നാട്ടുകാരുടെ സഹായം വേണം. ഷീന സുദേശൻ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തിരൂർ സബ് കളക്ടർ ദിലീപ് കുമാർ കൈനിക്കര മുഖ്യാതിഥിയായിരുന്നു. മാലിന്യ സംസ്കരണം എന്നുള്ളത് വികസന പ്രവർത്തനങ്ങളോട് ഒരുമിച്ച് പോകേണ്ട ഒരു സംഗതിയാണ്. നമ്മൾ വികസനം മാറ്റിവെച്ച് ശുചിത്വത്തിലേക്ക് വരികയോ തിരിച്ച് വികസനത്തിന് വേണ്ടി ശുചിത്വം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയോ ചെയ്യുന്ന ഒരു സാഹചര്യമല്ല. കേരളം തന്നെ വലിയൊരു മാലിന്യ പ്രശ്നം നേരിടുന്ന, പ്രത്യേകിച്ചും ദ്രവമാലിന്യ പ്രശ്നമൊക്കെ വലിയ രീതിയിൽ കേരളം നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമായിട്ട് തന്നെ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെ നമുക്ക് ആദ്യമേ തന്നെ ശക്തമായി നേരിട്ട് അവിടെയും ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുവാൻ പൊന്നാനി നഗരസഭയ്ക്ക് തീർച്ചയായിട്ടും സാധിക്കണം. പ്ലാസ്റ്റിക് മാലിന്യവും അതിന്റെ വലിയൊരു പ്രശ്നം തന്നെയാണ് ബഹുമാനപ്പെട്ട MLA സൂചിപ്പിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയിൽ കർമ്മ റോഡൊക്കെ തീർച്ചയായിട്ടും നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ തന്നെ വളരെയധികം ടൂറിസ്റ്റുകൾ ദൈനംദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ആ ഒരു ഇൻഫ്ലോ മുൻപോട്ട് പോകുമ്പോൾ ഇനിയും കൂടി വരുവാനാണ് സാധ്യത. ആ രീതിയിൽ വലിയൊരു ടൂറിസ്റ്റ് പ്രദേശമായി മാറുമ്പോൾ അവര് വന്ന് മാലിന്യം നിക്ഷേപിക്കുകയോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ നിക്ഷേപിച്ച് പോകുന്ന ഒരവസ്ഥ നിർഭാഗ്യവശാല് നമ്മൾ പല ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും കാണാറുണ്ട്. സോ അതിനെയും നമ്മൾ പ്രൊയാക്റ്റീവായിട്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ തന്നെ അതിനെതിരെ മാതൃകയായിട്ട് നടപടി എടുക്കുവാൻ നഗരസഭയ്ക്ക് സാധിക്കണം. തഹസിൽദാർ സുജിത്, രജീഷ് ഉപ്പാല, ടി മുഹമ്മദ് ബഷീർ, പ്രതിപക്ഷ നേതാവ് ഫർഹാൻ BM, ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഇത്രയും ഫാഷൻ പോരെ മോളെ? പവിത്ര ബന്ധം, പരിശുദ്ധ സ്വർണം. സാറ ഗോൾഡൻ ഡയമണ്ട്സ്, തൃശൂർ റോഡ്, ഇടപ്പാൾ. ഇനി എന്തിന് വേറൊരു ഓപ്ഷൻ?